കാരുണ്യവാനായ സകലത്തിൻ്റെയും സൃഷ്ടാവായ അത്യുന്നത ദൈവത്തിന് നമുക്കെല്ലാം മഹത്വവും നൽകും. അവിടുന്നാണ് നമ്മുടെ അസ്തിത്വത്തിന് കാരണം. നാം നിലനിൽക്കുന്നതും ചരിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം ആ ദൈവത്തിൻ്റെ കരുണയാലും ആ ദൈവപിതാവ് ഇച്ഛിക്കുന്നതുകൊണ്ടുമാണ്. അതുകൊണ്ട് അവിടുത്തെ വചനം ശ്രവിക്കാൻ, ദൈവപിതാവിനെ അറിയുവാൻ, നമ്മെ ആത്മീയമായി ഉയർത്തുവാൻ ദൈവപിതാവ് നമുക്കൊരുക്കുന്ന ഓരോ അവസരങ്ങളെയും പ്രതി നമുക്ക് അവിടുത്തേക്ക് നന്ദി പറയണം. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് മോശ എന്ന പ്രവാചകൻ വഴി ദൈവം ഇങ്ങനെ അരുളി ചെയ്തു: രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാവും. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായം 29-ാം വചനം. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകും. അഥവാ ദൈവമായ കർത്താവ് അനേകം രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. അനേകം ദൈവിക രഹസ്യങ്ങൾ ഉണ്ട്. ഇനിയും വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത അനേകം രഹസ്യങ്ങൾ ദൈവപിതാവ് കാത്തു സൂക്ഷിച്ചിരിക്കുന്നു. അവിടുന്ന് രഹസ്യങ്ങളുടെ ദൈവമാണ്. പ്രിയപ്പെട്ട, നമ്മൾ രഹസ്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമ്മിൽ ജിജ്ഞാസ ഉദിക്കും, ഞങ്ങളിൽ ആകാംക്ഷ ഉദിക്കും, അറിയാനുള്ള തീവ്രമായ അഭിലാഷ ഉദിക്കും. അത് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. എന്തിനെക്കുറിച്ചുള്ള രഹസ്യമാണോ അതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അനേകം ദൈവിക രഹസ്യങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം രഹസ്യങ്ങൾ ആയി പലതും സൂക്ഷിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ദൈവം എന്തുകൊണ്ടാണ് രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ കാണാം. പ്രിയപ്പെട്ടവരെ, അനേക കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ബൈബിളിൽ. ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കി ഭൂമിയിൽ നിറഞ്ഞ് ഈ ഭൂമിയിൽ അതീശത്വം പുലർത്തുന്ന സാത്താനെ കീഴടക്കാൻ കൽപ്പന കൊടുത്തു. എന്നാൽ മനുഷ്യനെ സാത്താൻ തന്ത്രപൂർവം വഞ്ചിച്ച് നുണ വിശ്വസിപ്പിച്ച് അവൻ്റെ കാഴ്ചപ്പാടുകളിലേക്കും അവൻ്റെ സാദൃശ്യത്തിലേക്കും മാറ്റാൻ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ലോകത്തിൽ മനുഷ്യൻ ഏതു വിധത്തിലും നശിക്കണമെന്ന്, ദൈവമക്കൾ ഏതു വിധേനയും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശത്രുവായ, ദുഷ്ടനായ, അസൂയ പൂണ്ട, വഞ്ചകനായ, ആദ്യം മുതൽ കൊലപാതകിയായ, എല്ലാ തിന്മയുടെയും ഉറവിടമായ സാത്താൻ എപ്പോഴും പരിശ്രമിക്കുന്നുള്ളത് കൊണ്ട് മനുഷ്യൻ അവിവേകത്തോടെ രഹസ്യങ്ങൾ പുറത്തുവിട്ടാൽ അത് ഈ ദൈവിക പദ്ധതിയുടെ ഫലം ദൈവമക്കൾക്ക് നഷ്ടമാകാൻ ഇടയാകുമെന്നതിനാൽ ദൈവം അനേകം രഹസ്യങ്ങൾ അവിടുത്തെ അനന്തജ്ഞാനത്താൽ മറച്ചു വെച്ചു. അപ്പോൾ അത് ആർക്ക് വേണ്ടി മറക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് മറക്കപ്പെട്ടിരിക്കുന്നത്. അത് ആർക്ക് വേണ്ടി മറക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. അവരുടെ മുമ്പിൽ മാത്രമേ ദൈവം അത് വെളിപ്പെടുത്തുകയുള്ളൂ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നാം ദൈവത്തെയും ദൈവവചനത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും എല്ലാം സമീപിക്കുവാൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, ദൈവിക രഹസ്യങ്ങൾ അനേകമുണ്ട്. ദൈവം രഹസ്യങ്ങളുടെ ദൈവമാണ്. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാവുന്നു. വേറെ ആർക്കും ഈ രഹസ്യങ്ങളുണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അത്യുന്നതനായ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നമ്മുടെ പിതാവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ എല്ലാറ്റിൻ്റെയും ഉടയവനായ ഏക സത്യ ദൈവമായ പിതാവിന് മാത്രമേ രഹസ്യങ്ങളുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം വെളിപ്പെടുത്തപ്പെട്ടവയാണ്. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാവും. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. അപ്പോൾ ആരെയാണോ ദൈവവചനം ഇവിടെ നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത്, ആരെയാണോ വിവക്ഷിക്കുന്നത്, ദൈവം ആരെയാണോ ഉദ്ദേശിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഈ രഹസ്യങ്ങളെല്ലാം ദൈവം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. അഥവാ ഈ രഹസ്യങ്ങളുടെയും ഈ രഹസ്യങ്ങൾ ദൈവം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെയും എല്ലാം ഗുണഭോക്താക്കളാണ് ഈ പറയുന്ന ഗണം. അപ്പോൾ അവരുടെ മുമ്പിൽ മാത്രമേ ഈ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുകയുള്ളൂ എന്നുറപ്പാണ്. അതാർക്ക് വേണ്ടിയാണോ ദൈവം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി, അവരുടെ മുമ്പിൽ മാത്രമേ വെളിപ്പെടുത്തപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ
ദൈവം രഹസ്യങ്ങളുടെ ദൈവമാണ്. അപ്പോൾ പിതാവായ ദൈവം, അത്യുന്നതനായ ദൈവം ഒരു വലിയ രഹസ്യമാണ്, അഥവാ ഏറ്റവും വലിയ രഹസ്യമാണ്. 1 തിമോഥെയോസ് 6:16 അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ. അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല. അപ്പോൾ ദൈവത്തെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് അനേകർ ദൈവം അശരീരിയാണ്, അരൂപിയാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. ദൈവത്തെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്നെ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അവിടുത്തെ സ്വരം കേട്ടിട്ടില്ല, രൂപം കണ്ടിട്ടുമില്ല. ദൈവത്തിന് രൂപമില്ല എന്നല്ല യേശുക്രിസ്തു പറഞ്ഞത്, ആ രൂപം ആരും കണ്ടിട്ടില്ല എന്ന് മാത്രമാണ്. അപ്പോൾ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി ദൈവത്തിന് രൂപമില്ല, കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ദൈവത്തിന് രൂപമില്ല. ദൈവത്തിന് രൂപമുണ്ട് എന്ന് തന്നെയാണ് പരിശുദ്ധ ബൈബിളിൽ ഉടനീളം നാം കാണുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തെ ആരും ഇതുവരെ കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. ഇപ്പോൾ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ കാണുക സാധ്യമല്ല. എന്നാൽ ദൈവം ഇതേ ബൈബിളിൽ തന്നെ ദൈവത്തെ ഒരു ഗണം നേരിട്ട് മുഖാഭിമുഖം കാണും എന്ന പ്രവചനം എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദാനം എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ ഇതുവരെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, ദൈവപിതാവിനെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ ഒരിക്കലും കാണില്ല, കാണുക സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ നിന്നുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ വെച്ചു തന്നെ ഒരു ഗണം ദൈവത്തെ മുഖാഭിമുഖം കാണും എന്ന പ്രവചനവും നാം ഇതിനോടുകൂടി ചേർത്ത് വായിക്കണം. സ്തുതിയും അനന്തമായ ആധിപത്യവും അവിടുത്തേക്കുള്ളതാണ്. ആമേൻ. അപ്പോൾ ഇത് പഠിപ്പിക്കുന്നത് ദൈവപിതാവ് ഒരു വലിയ രഹസ്യമാണ്. അവിടുത്തെ സ്വരമാരും നേരിട്ട് കേട്ടിട്ടില്ല, മനുഷ്യരാരും. വീണുപോയ പാപം ചെയ്ത മനുഷ്യൻ, പാപസ്ഥയിലായിരിക്കുന്ന ഒരു മനുഷ്യനും, ആദത്തിൻ്റെ സന്തതികളാരും ഇന്ന് വരെ ദൈവപിതാവിനെ നേരിട്ട് കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അവിടുന്ന് ഒരു വലിയ രഹസ്യമാണ്. ഇവിടെ അതുകൊണ്ടാണ് സാത്താൻ അനേകം അബദ്ധധാരണകൾ മനുഷ്യനിൽ പുലർത്തി ദൈവമല്ലാത്തതിനെ ദൈവമായി ആരാധിക്കാൻ പ്രലോഭിപ്പിച്ച് പലതും ചെയ്തു കൂട്ടുന്നത്. ദൈവം രഹസ്യമായതുകൊണ്ട് തന്നെയാണ്. യോഹന്നാൻ 1:18 ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. വീണ്ടും ദൈവം ആവർത്തിക്കുകയാണ്, പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ദൈവപിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നവനാണ് അവിടുത്തെ പുത്രൻ യേശുക്രിസ്തു. യേശുക്രിസ്തുവിലൂടെ അല്ലാതെ, യേശുക്രിസ്തു വെളിപ്പെടുത്തി തരാതെ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമുക്ക് തുറന്നു തരാതെ ഒരു ദൈവിക രഹസ്യവും ദൈവപിതാവിനെ കുറിച്ച് നാം അറിയില്ല. അത് യേശുക്രിസ്തു വീണ്ടും അനേക സ്ഥലങ്ങളിൽ അടിവരയിട്ട് പറയുന്നു. അവൻ പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സമ്പൂർണമായ രക്ഷ സ്വന്തമാകാൻ നാം പിതാവിൻ്റെ അടുത്തെത്തണം. ഈ രക്ഷ എന്താണ്, ഇത് എപ്പോഴാണ് തരുന്നതെല്ലാം പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പിതാവിൻ്റെ അടുക്കൽ എത്തണം. യേശുക്രിസ്തു വന്നതുപോലും അവനിലേക്ക് എല്ലാവരും തിരിക്കാൻ വേണ്ടിയല്ല, അവൻ വഴി പിതാവിലേക്ക് എല്ലാവരും എത്താൻ വേണ്ടിയിട്ടാണ്. ദൈവമക്കൾ പിതാവിൻ്റെ അടുക്കലേക്കാണ് തിരിച്ചെത്തേണ്ടത്, അപ്പോഴാണ് രക്ഷ പൂർത്തിയാകുന്നത്. നമ്മൾ ലേഖനങ്ങൾ വായിച്ചാൽ കാണാം, അങ്ങനെ ഒരു ഗണത്തെ പരിശുദ്ധരും നിർമ്മലരും കുറ്റമറ്റവരുമായി പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിനെ, പുത്രനെ പിതാവേൽപ്പിച്ച രക്ഷാകര പ്രവൃത്തി പൂർത്തിയാകുകയുള്ളൂ. അത് 1-ാം വരവിൽ പൂർത്തിയായിട്ടില്ല, 2-ാം വരവിൽ പൂർത്തിയാകാനിരിക്കുന്നതാണ്. അപ്പോൾ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരണം. ഇന്ന് വിശ്വാസികളെന്ന് പറയുന്നവർ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പോലും പലപ്പോഴും എത്തുന്നില്ല. അത് വിശുദ്ധന്മാരിലോ അല്ലെ ഏതെങ്കിലും മനുഷ്യരിലോ ചെന്നെത്തി അവിടെ നിൽക്കുകയാണ്. കാര്യസാധ്യത്തിന് വേണ്ടി മനുഷ്യരെ മാത്രം ആശ്രയിക്കുന്നവരായി മാറി വിശ്വാസികളെന്നറിയപ്പെടുന്ന ബഹുഭൂരിപക്ഷവും. അവർ പുത്രനിൽ പോലും എത്തണില്ല. ഇനി ചിലർ പുത്രനിൽ മാത്രം എത്തി നിൽക്കുന്നു. എത്തിച്ചേരേണ്ടത് പുത്രനായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലാണ്. അപ്പോൾ അതിനുള്ള ഏക വഴിയാണ് യേശുക്രിസ്തു. അപ്പോൾ പിതാവ് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് പുത്രൻ യേശുക്രിസ്തു വഴിയാണ്, ദൈവ വചനത്തിലൂടെയാണ്. യോഹന്നാൻ 16:25 ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴി അല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ അത് യേശുക്രിസ്തു 1-ാം വരവിലല്ല. യേശുക്രിസ്തു 1-ാം വരവിൽ പഠിപ്പിച്ചത് മുഴുവൻ ഉപമകൾ വഴിയാണ് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഉപമകളിലൂടെ അല്ലാതെ അവൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല
എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാം വരവിലെ കാര്യമല്ല ഈ പറയുന്നത്. 2000 വർഷം മുമ്പ് യേശുക്രിസ്തു പിതാവിനെപ്പറ്റി ഒന്നും നേരിട്ട് സ്പഷ്ടമായി പഠിപ്പിച്ചിട്ടില്ല. അന്ന് കർത്താവിൻ്റെ പ്രവചനമാണത്. ഉപമകൾ വഴി അല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു, അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അത് യേശുക്രിസ്തുവിൻ്റെ 2000 വർഷം ഭൂമിയിലെ പരസ്യ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലാണിത് പറയുന്നത്. ഇത് പറഞ്ഞവിടെ തൊട്ട ശേഷം അവൻ ഗെത്സമൻ തോട്ടത്തിലേക്ക് പോയി. അവൻ പാപികളെ ഏൽപ്പിക്കപ്പെടുകയും അവൻ കുരിശിൽ തറയ്ക്കപ്പെടുകയും മരിച്ചുയർത്ത് സ്വർഗ്ഗാരോഹണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒന്നാം വരവിൽ പിതാവിനെപ്പറ്റി ഒന്നും യേശുക്രിസ്തു സ്പഷ്ടമായി പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നമുക്കൊരു കാര്യം ഉറപ്പായി, ഉപമകൾ വഴി ഒന്നും ആരും സ്പഷ്ടമായി അറിയുന്നില്ല. അഥവാ എല്ലാവരെയും മനസ്സിലാക്കിക്കാൻ വേണ്ടി സ്പഷ്ടമായി പഠിപ്പിക്കാൻ വേണ്ടി അല്ല യേശുക്രിസ്തു ഉപമകൾ വഴി പഠിപ്പിച്ചത്. പക്ഷേ ഇപ്പോഴും അനേകം പണ്ഡിതരും ശ്രേഷ്ഠന്മാരും എല്ലാവരും ജനത്തെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് കർത്താവ് ഉപമകൾ വഴി സംസാരിച്ചത് എന്നാണ്. ഉപമകൾ വഴി സ്പഷ്ടമല്ല പഠിപ്പിച്ചിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായി കർത്താവ് എഴുതിയിട്ടുണ്ട്. മറ്റ് പല സ്ഥലത്തും എന്തിനാണ് ഉപമകൾ വഴി കർത്താവ് പഠിപ്പിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ 2000 വർഷം ഇത് വായിച്ചിട്ടും അതിന് നേരെ വിപരീതമാണ് പലപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു വിരോധാഭാസം! അപ്പോൾ യേശുക്രിസ്തു നമുക്ക് പിതാവിനെ പൂർണ്ണമായും വെളിപ്പെടുത്തി തരുന്ന സമയം അവൻ്റെ രണ്ടാം വരവിൻ്റെ സമയമാണ് എന്ന് വ്യക്തം. ഹെബ്രായർ 2:12 അവൻ പറയുന്നു, അങ്ങേ നാമം എൻ്റെ സഹോദരരെ ഞാൻ അറിയിക്കും, സഭാമധ്യേ അങ്ങേക്ക് ഞാൻ സ്തുതിഗീതം ആലപിക്കും. ഇവിടെ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്തൃ പ്രാർത്ഥന. അപ്പോൾ ആദ്യം പിതാവിനെ വിളിച്ചിട്ട് ആദ്യം തന്നെ കർത്താവ് പറയുന്നത് അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നാണ്. എന്നാൽ ഈ നാമം ആരും ഒട്ട് അന്വേഷിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു നാമം ദൈവപിതാവിനുണ്ട്. അത് പഴയ നിയമ കാലഘട്ടങ്ങളിൽ വെളിപ്പെട്ടു എന്ന് ജനം കരുതുന്ന നാമമായിരുന്നുവെങ്കിൽ, അത് മോശ വഴി വെളിപ്പെട്ട നാമമായിരുന്നുവെങ്കിൽ, അതിനുശേഷം പ്രവാചകന്മാർ ഈ ദൈവനാമം ഒരിക്കൽ ദൈവത്തിൻ്റെ ജനം അറിയും എന്ന് പ്രവചിക്കേണ്ടിയിരുന്നില്ല. യെശയ്യാ പ്രവാചനം, എസെക്കിയേൽ പ്രവാചനം ഒക്കെ പ്രവചിച്ചിട്ടുണ്ട്, ഒരിക്കൽ ദൈവജനം ദൈവത്തിൻ്റെ നാമം അറിയും. അപ്പോൾ 3500 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ നാമം വെളിപ്പെട്ടിട്ടില്ല. അഥവാ ദൈവനാമം എന്ന് ജനം കരുതുന്നത് യഥാർത്ഥത്തിൽ ദൈവപിതാവിൻ്റെ നാമം അല്ല എന്ന് വ്യക്തം. ഇവിടെ യേശുക്രിസ്തു പറയുന്നു വീണ്ടും, അവൻ യേശുക്രിസ്തു പിതാവിൻ്റെ നാമം വെളിപ്പെടുത്തി തരും. പക്ഷെ 2000 വർഷം മുമ്പ് യേശുക്രിസ്തു പിതാവിൻ്റെ ഒരു നാമവും വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് ദൈവപുത്രൻ നമ്മളെ പഠിപ്പിച്ച പിതാവിൻ്റെ നാമമാണ് എന്ന് പറഞ്ഞ് നമ്മെ ആരും ദൈവപിതാവിൻ്റെ ഒരു നാമവും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ദൈവത്തെക്കുറിച്ച് നാം അറിയുന്നത്, ദൈവത്തെ അറിയുന്നത്, പൂർണ്ണമായി അറിയുന്നത് അവൻ്റെ രണ്ടാം വരവിലാണെന്ന് വ്യക്തം. ദൈവപിതാവിൻ്റെ നാമം പോലും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് ദൈവപുത്രൻ്റെ രണ്ടാം വരവിലാണ്, ഒന്നാം വരവിലല്ല. യെശയ്യാ 42:2-3 അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീഥികളിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഇവിടെ ഇത് ദൈവത്തിൻ്റെ ദാസനെക്കുറിച്ചുള്ള, ദൈവപുത്രനെക്കുറിച്ചുള്ള പ്രവചനമായിട്ട് എല്ലാവരും പഠിപ്പിക്കുന്ന ഒരു പ്രവചന ഭാഗമാണ്. എന്നാൽ നമ്മൾ കണ്ടു, ഇവിടെ എഴുതിയിരിക്കുന്നു അവൻ വിലപിക്കില്ല. പക്ഷേ ഒന്നാം വരവിൽ യേശുക്രിസ്തു വിലപിച്ചു എന്ന് സുവിശേഷം എഴുതപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നു അവൻ സ്വരമുയർത്തില്ല. പക്ഷേ ഒന്നാം വരവിൽ യേശുക്രിസ്തു സ്വരമുയർത്തി പറഞ്ഞു എന്ന് പല സ്ഥലങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട്. തെരുവീതികളിൽ ആ സ്വരം കേൾക്കില്ല. പക്ഷേ ഒന്നാം വരവിൽ തെരുവീതി മാത്രമല്ല, ജെറുസലേം ദേവാലയത്തിലും സെനഗോഗുകളിലും ഭവനങ്ങളിലും കടൽ തീരത്തും മലമുകളിലും തെരുവുകളിലും ഒക്കെ ദൈവപുത്രൻ യേശുക്രിസ്തു ഉറക്കെ പ്രസംഗിച്ചു, പഠിപ്പിച്ചു. ആ സ്വരം തെരുവീതിയിൽ മുഴങ്ങി. അപ്പോൾ ഒന്നാം വരവിൽ ഈ ദൈവവചനം യേശുക്രിസ്തുവിൽ പൂർത്തിയായിട്ടില്ല. ദൈവവചനം സത്യമാണ്, അതൊരിക്കലും മാറ്റപ്പെടില്ല, അത് നുണയല്ല. അങ്ങനെയെങ്കിൽ ഈ വചനം കർത്താവിൻ്റെ രണ്ടാം വരവിൽ പൂർത്തിയാവുന്ന വചനമാണ്. അപ്പോൾ രണ്ടാം വരവിൽ അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഒന്നാം വരവിൽ ഒരു നീതി അവൻ പുലർത്തിയില്ല. അവൻ അടിയും ഇടിയും തുപ്പും പ്രഹരവും നിന്ദനവും ഏറ്റ് പോയതല്ലാതെ ശത്രുക്കളെ ശിക്ഷിക്കുന്ന, അവനെ കാത്തിരിക്കുന്ന നീതിമാന്മാരെ രക്ഷിക്കുന്ന, ദൈവനീതി സ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തി യേശുക്രിസ്തു ചെയ്യുന്ന അവൻ്റെ രണ്ടാം വരവിലാണ്. അപ്പോൾ രണ്ടാം വരവിൽ അവൻ നേരിട്ട് പ്രസംഗിക്കില്ല, പഠിപ്പിക്കില്ല, അവൻ്റെ സ്വരം തെരുവീതി കേൾക്കില്ല. പക്ഷേ രണ്ടാം വരവിൽ യേശുക്രിസ്തു പഠിപ്പിക്കേണ്ട അനേക കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ദൈവപിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തരണം. ദൈവപിതാവിൻ്റെ നാമം മുതൽ നമുക്ക് വെളിപ്പെടുത്തി തരണം.
അപ്പോൾ അതിനെന്താണ് മാർഗം? അതിന് വഴിയും കർത്താവ് ഈ പുസ്തകത്തിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. എഫേസ്യസ് 1:17 നമ്മുടെ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവായ ദൈവം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. അതൊരു പ്രവചനമാണ്. 2000 വർഷം മുമ്പോ കഴിഞ്ഞ 2000 വർഷമോ ആരും നയിക്കപ്പെട്ടിട്ടില്ല. കാരണം അങ്ങനെ നയിക്കപ്പെടണമെങ്കിൽ ഈ 2 ആത്മാവിനെയും ലഭിക്കണം. വെളിപാടിൻ്റെ ആത്മാവിനെയും ജ്ഞാനത്തിൻ്റെ ആത്മാവിനെയും. അത് രണ്ടും 2 ആത്മാവാണ് എന്ന് പരിശുദ്ധ ബൈബിളിൽ വേർതിരിച്ച് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ 2 ആത്മാവിനെയും ഒരുമിച്ച് ലഭിക്കുന്നത് അന്ത്യകാലത്താണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഈ ആത്മാവിനെ ദൈവം നമുക്ക് തന്നാലാണ്, ഈ ആത്മാവിലൂടെ മാത്രമാണ് പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അവിടുന്ന് ഒരു വലിയ രഹസ്യമാണ്. ഈ രഹസ്യം വെളിപ്പെട്ട് കിട്ടാൻ ഈ ആത്മാവിനെ നമുക്ക് വേണം. നമ്മൾ വീണ്ടും 1 കൊരിന്ത്യർ 1-2 അധ്യായങ്ങൾ വായിച്ചാൽ കാണാം, ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവാത്മാവിന് മാത്രമാണ് ഗ്രഹിക്കാൻ സാധിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തിൻ്റെ ആത്മാവിനെയും വെളിപാടിൻ്റെ ആത്മാവിനെയും ഒക്കെ നമുക്ക് ലഭിച്ചാലാണ് നമുക്ക് ദൈവപിതാവിനെക്കുറിച്ച് പൂർണ്ണമായ അറിവിലെത്താൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതിന് വലിയ പ്രസക്തിയുണ്ട്. ഈ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ നിത്യജീവൻ ഇന്ന് വരെ ആർക്കും, ആദത്തിൻ്റെ സന്തതികളായ ആർക്കും ലഭിച്ചിട്ടില്ല എന്നുറപ്പാണ്. യോഹന്നാൻ 17:3 ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഇനി നമ്മൾ 1 യോഹന്നാൻ 2-ാം അധ്യായം 25-ാം വചനം വായിച്ചാൽ കാണാം, അവൻ നമുക്ക് നൽകിയിരിക്കുന്ന, യേശു ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ. അപ്പോൾ 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു ഈ വാഗ്ദാനം നൽകിയിട്ട് പോയതേ ഉള്ളൂ. ആർക്കും നിത്യജീവൻ കൊടുത്തിട്ടില്ല. അവൻ്റെ 2-ാം വരവിലാണ് നിത്യജീവൻ നൽകുന്നത്. അപ്പോൾ അവൻ്റെ 2-ാം വരവിലാണ് ഏക സത്യദൈവമായ പിതാവിനെയും യേശു ക്രിസ്തുവിനെയും പൂർണ്ണമായി അറിയാനുള്ള കഴിവും അതിനുള്ള മാർഗവും എല്ലാം ഉള്ളത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ദൈവപിതാവെന്ന വലിയ രഹസ്യത്തിന് മുൻപിൽ താഴ്മയോടെ എളിമയോടെ ആയിരിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ പരിശോധിച്ചാൽ കാണാം, ലൗകിക വിജ്ഞാനം വഴി ആരും ദൈവത്തെ അറിയുന്നില്ല. അപ്പോൾ പിതാവായ ദൈവം ഒരു വലിയ രഹസ്യമാണ്. അവിടുന്ന് രഹസ്യങ്ങളുടെ ദൈവമാണ്. വീണ്ടും കൊളോസോസ് 2:2 സ്നേഹത്താൽ പരസ്പരബദ്ധമായ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസവും സുനിശ്ചിതമായ ബോധ്യത്തിൻ്റെ പൂർണ്ണ സമ്പത്തും ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ബൈബിൾ വ്യാഖ്യാതാക്കൾ അത് കൊളോസോസിലെ പ്രശ്നം പരിഹരിക്കാൻ പൗലോസ് എഴുതി, അത് എഫേസോസിലെ പ്രശ്നം പരിഹരിക്കാൻ എഴുതി, അത് കൊറിന്തോസിലെ പ്രത്യേക സാഹചര്യത്തിൽ എഴുതി, അത് ഗലാത്യക്കാർ പ്രത്യേക സാഹചര്യം എഴുതി. ഇങ്ങനെ പറഞ്ഞ് ഈ ലേഖനങ്ങളെ മുഴുവൻ ചരിത്രമാക്കി നിരർത്ഥകമാക്കി വളച്ചൊടിച്ച് നിർവീര്യമാക്കി കളഞ്ഞിരിക്കുന്നതിനാൽ ഇതൊക്കെ എന്തോ പഴയ കാര്യം, പൗലോസിൻ്റെ കാര്യം എന്നാണ് മിക്കവാറും ക്രിസ്ത്യാനി ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഈ വചനങ്ങളൊന്നും കൊളോസോസുകാരെക്കുറിച്ച് എഴുതിയപ്പെട്ടവയല്ല. ഇതൊന്നും കൊളോസോസിൽ പൂർത്തിയായ കാര്യങ്ങളുമല്ല. ഇതൊന്നും പൗലോസിനെ കുറിച്ചുമല്ല എഴുതിയിരിക്കുന്നത് എന്ന് ദൈവജ്ഞാനം വെളിച്ചം കൊടുക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്ക് മനസ്സിലാവും. അല്ലാത്തവർ പഴയ ചരിത്രം പോലെ വായിച്ചുകൊണ്ടിരിക്കും. അവരിയ്ക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരാൾ പറയുന്നത് ഞാനിതെല്ലാം ചെയ്യുന്നത്. അപ്പം അതിന് മുകളിലേക്ക് വായിച്ചു നോക്കണം. എന്തൊക്കെ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി വെളിപ്പെടുത്തി തരുന്നത്, ദൈവത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി തരുന്നത്, ദൈവത്തിൻ്റെ സർവ്വജ്ഞാനവും പഠിപ്പിക്കുന്നത്, അതിനുവേണ്ടി പൂർണ്ണമായും അധ്വാനിക്കുന്നത്, ഇതൊക്കെ മുകളിലേക്ക് വായിച്ചാൽ കാണാം. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന വ്യക്തി, അത് പൗലോസല്ല, അത് 2000 വർഷം മുമ്പത്തെ കാര്യവുമല്ല. ഈ വ്യക്തി ഇത് മുഴുവൻ ചെയ്യുന്നത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ്, ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് നമുക്ക് ലഭിക്കാം. നമ്മൾ കണ്ടു, പിതാവായ ദൈവത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും പൂർണ്ണമായി അറിയുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുക. അഥവാ അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ ഇതും
കർത്താവിൻ്റെ രണ്ടാം വരവിൽ മാത്രം നടക്കുന്ന കാര്യമാണ്, അഥവാ അന്ത്യകാലത്ത് മാത്രം പൂർത്തിയാകുന്ന ദൈവവചനങ്ങളാണ്. അപ്പോൾ സ്നേഹത്താൽ പരസ്പരബദ്ധമായ ഒരു ഗണം, പരസ്പര സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കുന്ന ഒരു ഗണം നമ്മൾ കണ്ടു. ഈ രഹസ്യങ്ങൾ ആർക്ക് വേണ്ടിയാണോ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്? അവർ പരസ്പര സ്നേഹത്താൽ പൂർണ്ണമായും പരസ്പര ബദ്ധമാകുമ്പോൾ ഈ പ്രവൃത്തിയുടെ ഫലം, ഈ വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ ഫലം അവരിൽ വെളിപ്പെടും. അഥവാ അവർ ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവിലെത്തിച്ചേരും. അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യമാണ് അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു. അപ്പോൾ പിതാവ് രഹസ്യമായിരിക്കുന്ന പോലെ തന്നെ പുത്രനും രഹസ്യമാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ രഹസ്യം. അവൻ രഹസ്യങ്ങളുടെ കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു സുവിശേഷങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവനെ കേട്ടുകൊണ്ടിരുന്ന യഹൂദര്, ഫരിസേയർ, പുരോഹിതരൊക്കെ ചോദിച്ചു, ആരാണ് നിൻ്റെ പിതാവ്? അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. അത് അന്നത്തെ കാലത്തെ ഫരിസേയരും പുരോഹിതരെയും കുറിച്ച് മാത്രം പറയുന്നതല്ല. യോഹന്നാൻ 16-ാം അധ്യായം വായിച്ചാൽ അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുന്ന അന്നത്തെ പുരോഹിതരുടെ പിൻഗാമികളെക്കുറിച്ചും ഇത് തന്നെയാണ് കർത്താവ് പറയാം. അന്ത്യകാലത്തെ യാഥാർത്ഥ്യവും അത് തന്നെയാണ്. ദൈവത്തിൻ്റെ വക്താക്കളെന്ന് പറയുന്നവർ, ദൈവത്തിൻ്റെ പേരിൽ സിംഹാസനത്തിൽ വാഴുന്നവർ യഥാർത്ഥത്തിൽ ദൈവപുത്രനെയും ദൈവത്തെയും അറിയുന്നില്ല അറിയില്ല എന്ന് 2000 വർഷം മുൻപ് തന്നെ ദൈവപുത്രൻ യേശു ക്രിസ്തു പ്രവചിച്ചു വെച്ചു. പരിശുദ്ധാത്മാവ് അത് എഴുതി പരിശുദ്ധ ബൈബിളിൽ. അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ യേശുക്രിസ്തു വീണ്ടും പറഞ്ഞു, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെ അറിയുമായിരുന്നു. അപ്പോൾ ദൈവപുത്രനെ അറിയാത്ത ആരും ദൈവപിതാവിനെ അറിയില്ല. ദൈവപുത്രനെ സ്വീകരിക്കാത്ത ആർക്കും, അത് ഒന്നാം വരവിലാകട്ടെ രണ്ടാം വരവിലാകട്ടെ, ദൈവപിതാവിനെ സ്വീകരിക്കാനും കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സമ്പൂർണമായ അറിവ് നമുക്ക് ലഭിക്കണം. ലൂക്ക 10:22, ഈ എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറയുക, എല്ലാ കാര്യങ്ങളും പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരെന്ന പിതാവല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. അപ്പോൾ പുത്രനൊരു രഹസ്യമാണ്. ആ രഹസ്യം അറിയുന്ന പിതാവാണ്. പിതാവ് ആരെന്ന് പുത്രനും, പിതാവ് ആരെന്നുള്ള രഹസ്യം പുത്രൻ അറിയാം. പുത്രൻ ആർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനും അല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. ഈ വചനം അനേകർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇവിടെ കൃത്യമായ ഒരു സിംഗുലർ ഏകവചനത്തിൽ തന്നെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, ഒന്നാം വരവിൽ ദൈവപുത്രൻ ഉപമകൾ വഴി അസ്പഷ്ടമായിട്ടാണ് പഠിപ്പിച്ചത്. കേട്ട ആർക്കും ഒന്നും സ്പഷ്ടമായി മനസ്സിലായിട്ടില്ല അന്നും എന്നും. എന്നാൽ അങ്ങനെ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി പഠിപ്പിക്കുന്ന സമയം വരുന്നു. എന്നാൽ അവൻ നേരിട്ട് പഠിപ്പിക്കില്ല എന്നും നമ്മൾ ദൈവവചനത്തിലൂടെ കണ്ടു രണ്ടാം വരവിൽ. അതുകൊണ്ടാണ് ദൈവം ഒരുവന്, യേശു ക്രിസ്തു, തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് 2000 വർഷം മുമ്പ് തന്നെ പ്രവചിച്ചു വെച്ചു. അപ്പോൾ പിതാവ് ഒരു രഹസ്യമാണ്, പുത്രൻ രഹസ്യമാണ്. ഈ പുത്രൻ പിതാവിനെ ഒരുവന് വെളിപ്പെടുത്തി കൊടുക്കുകയും അവൻ അത് നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നു. അത് നമ്മൾ തൊട്ടു മുമ്പ് വായിച്ചത്. ഒരുവൻ അധ്വാനിക്കുന്നു, ഒരുവൻ സർവ്വജ്ഞാനവും പഠിപ്പിക്കുന്നു, ഒരുവൻ ദൈവത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി തരുന്നു, ഒരുവൻ ദൈവവചനം പൂർണ്ണമായി വെളിപ്പെടുത്തി തരുന്നു. ഇതെല്ലാം കൊളോസസ് 1-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ദൈവപുത്രനെക്കുറിച്ചുള്ള രഹസ്യം നാം അറിഞ്ഞ് അതുവഴി ദൈവപിതാവിനെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നാം അറിയുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഈ വഴിയിലൂടെ മാത്രമേ അന്ത്യകാലത്ത് കർത്താവിൻ്റെ രണ്ടാം വരവിൽ ദൈവപിതാവിനെക്കുറിച്ച് നാം പൂർണ്ണമായ അറിവിലെത്താൻ, ദൈവപുത്രനെക്കുറിച്ച് നാം പൂർണ്ണമായ അറിവിലെത്താൻ, അഥവാ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം വഴി ഒരുക്കിയിട്ടുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയുടെ ശ്രേഷ്ഠ തിരിച്ചറിയണേ. ഏക സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ആ അറിയുന്നത്, ദൈവത്തിൻ്റെ രഹസ്യമായ ക്രിസ്തുവിനെ അറിയുന്നത് ഇവിടെ പറയുന്ന ഈ പ്രയത്നത്തിലൂടെയാണ്. ഈ പുസ്തകത്തിൽ പരാമർശിച്ച വ്യക്തിയുടെ, പ്രവചിച്ചിരിക്കുന്ന വ്യക്തിയുടെ പ്രയത്നത്തിലൂടെയാണ്. അങ്ങനെയാണ് ദൈവപിതാവിനെയും അറിയുന്നത്. അപ്പോൾ ദൈവപുത്രനെയും ദൈവപിതാവിനെയും പൂർണ്ണമായി അറിയാനുള്ള ഒരു മാർഗം കരുണാനിധിയായ, വാത്സല്യനിധിയായ, സർവജ്ഞാനിയായ പിതാവ് ഒരുക്കി വച്ചിട്ടുണ്ട് അന്ത്യകാലത്ത്.
അത് സ്വീകരിക്കാൻ നിയോഗം ലഭിച്ചവർ അത് സ്വീകരിക്കും. 2000 വർഷം മുമ്പും പൗലോസ് പ്രസംഗിച്ചപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം അത് വിശ്വസിച്ചു. അത് ലഭിക്കാത്ത ആർക്കും അത് ഗ്രഹിക്കാനോ വിശ്വസിക്കാനോ സ്വീകരിക്കാനോ കഴിഞ്ഞില്ല. ഇത് തന്നെയാണ് രണ്ടാം വരവിലും, ഇത് തന്നെയാണ് കർത്താവിൻ്റെ രണ്ടാം വരവിൽ അന്ത്യകാലത്തും സംഭവിക്കുന്നത്. അതിന് നിത്യജീവൻ അഥവാ ഈ രഹസ്യങ്ങൾ ആർക്ക് വേണ്ടിയാണോ ദൈവം കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്, അവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കാനും സ്വീകരിക്കാനും കഴിയുള്ളൂ. അത് ദൈവത്തിൻ്റെ ജ്ഞാനം, അത് ദൈവത്തിൻ്റെ പ്രവൃത്തി, അത് ദൈവത്തിൻ്റെ മഹത്വം. രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വമാണ്. മത്തായി 16:15-17 അവൻ അവരോട് പറഞ്ഞു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നതാണ്. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇതിൻ്റെ ഒന്നും യാഥാർത്ഥ്യമോ പൊരുളോ ആഴമോ ഒന്നും മനസ്സിലാക്കിയിട്ടല്ല പത്രോസ് ഇത് പറയുന്നത്. തൊട്ട് താഴെ വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, ആ ബുദ്ധിശക്തി അല്ല, ഈ രക്തവും മാംസവും അല്ല, ഈ ഭൗതിക ശരീരമല്ല, ഈ ഭൗതിക ശരീരത്തിൻ്റെ ബുദ്ധിയോ യുക്തിയോ കഴിവുകളോ ചിന്താശക്തിയോ അല്ല, ശരീരത്തിൻ്റെതായ ഒന്നുമല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ മാംസരക്തങ്ങളുടെ ശക്തിവിശേഷങ്ങളിലൂടെ, മാംസരക്തങ്ങളുടെ കഴിവുകളിലൂടെ, ശാരീരിക ബുദ്ധിശക്തിയിലൂടെ, യുക്തിയിലൂടെ, ചിന്താശക്തിയിലൂടെ ആരും ദൈവത്തെ അറിയുന്നില്ല. അഥവാ ദൈവം പിതാവിനെ അവിടുത്തെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ ഉപയോഗിക്കുന്ന മാർഗം ഇതൊന്നുമല്ല. മാംസരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ പുത്രൻ എന്ന രഹസ്യം നമുക്ക് പിതാവ് വെളിപ്പെടുത്തി തരണം. പിതാവ് ആകർഷിക്കാതെ ആർക്കും പുത്രൻ്റെ അടുക്കൽ എത്താൻ കഴിയില്ല. അവൻ എത്ര വലിയ ശ്രേഷ്ഠനെന്ന് സ്വയം കരുതിയാലും, എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ വരദാനങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവനായാലും, ദൈവപിതാവ് ആകർഷിക്കാതെ ഒരുവനും ദൈവപുത്രൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ കഴിയില്ല. അപ്പോൾ ഭൗതികമായ അല്ലെങ്കിൽ യുക്തിപരമായ ഒരു മാർഗങ്ങളിലൂടെയുമല്ല ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ ഒരു വലിയ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. കാരണം ഇന്നെല്ലാം യുക്തി കേന്ദ്രീകൃതമാണ്. യുക്തിക്ക് നിരക്കാത്തെന്ന് തോന്നുന്നത്, ബുദ്ധി കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്തത്, മനസ്സിലാക്കാൻ കഴിയാത്തതൊക്കെ ഭോഷത്വമാണെന്ന് തള്ളിക്കളയുന്ന വെറും ജഡിക കേന്ദ്രീകൃത ഒരു സമൂഹത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. യോഹന്നാൻ 8:18-19 എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷി നൽകുന്നു, എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷി നൽകുന്നു. പക്ഷേ 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പുരോഹിതരും പണ്ഡിതരും നിയമജ്ഞരും പരിസയരും ജനപ്രമാണികളും ഒന്നും ഈ ദൈവത്തിൻ്റെ സാക്ഷ്യം, യേശു ക്രിസ്തുവിനെക്കുറിച്ച് പിതാവായ ദൈവം കൊടുത്ത സാക്ഷ്യം, യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിലൂടെ പൂർത്തിയാക്കി കാണിച്ച സാക്ഷ്യം തിരിച്ചറിഞ്ഞുമില്ല, സ്വീകരിച്ചുമില്ല. ഇത് കർത്താവിൻ്റെ രണ്ടാം വരവിൽ ജീവിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് പാഠമാകാൻ എഴുതപ്പെട്ടിരിക്കുന്നു. കാരണം അന്ന് സംഭവിച്ചതിൻ്റെ അതേ ആവർത്തനമായിരിക്കും കർത്താവിൻ്റെ രണ്ടാം വരവിലും. ദൈവം അയക്കുന്നവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം ആരും അന്വേഷിക്കില്ല, അത് തിരിച്ചറിയുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയുമില്ല. ഇതെല്ലാം കർത്താവ് നേരത്തെ പ്രവചിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? വെറുതെ ചിന്തിച്ച് നോക്കിയേ, ദൈവത്തിൻ്റെ വക്താക്കളെന്ന് പറഞ്ഞ് സിംഹാസനങ്ങളിൽ വാണരുളിയവർ ചോദിക്കുക, നിന്റെ പിതാവ് എവിടെയാണ്? അവർ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ ചോദ്യം ചോദിക്കുമായിരുന്നോ? അപ്പോൾ കർത്താവ് പറയുക, യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്തൊരു വിരോധാഭാസം! പക്ഷേ ഇതൊക്കെ ഉൾക്കൊള്ളാൻ സ്വയം പീഠങ്ങളിൽ വാണരുളി അവർക്ക് മനസ്സിലാവില്ല, സാധിക്കില്ല. ഞങ്ങളാണ് എല്ലാം അറിയുന്നവർ, ഞങ്ങൾ ചെറുപ്പം പോലെ നിയമം പഠിച്ചവരാണ്, ഞങ്ങൾ പാരമ്പര്യമെല്ലാം പഠിച്ചവരാണ്, ഞങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന് കരുതി ആത്മീയ അഹങ്കാരത്തിൽ നിറഞ്ഞിരിക്കുന്ന ഒരു സമൂഹത്തിന്, വ്യക്തികൾക്ക് ഈ യേശു ക്രിസ്തു പറയുന്നത് തിരിച്ചറിയില്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അവൻ വെറും നസറത്തിൽ നിന്ന് വന്ന ആശാരി ജോസഫിൻ്റെ മകൻ, മരപ്പണിക്കാരൻ യേശു. മാനുഷികമായി മാത്രം കാണാൻ കഴിവുള്ളവർ. അതിനപ്പുറത്തേക്ക് അവൻ ദൈവത്തിന് മുമ്പിൽ ആരാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ദൈവം എന്താ അവനെക്കുറിച്ച് പറയുന്നത്? ഇത് പരിശോധിക്കാൻ പോലും താല്പര്യമില്ലാത്ത വിധം ആത്മീയ അഹങ്കാരത്തിലും അന്ധകാരത്തിലും ആണ്ടുപോയവർ.
അതുകൊണ്ട് കർത്താവാരെന്ന് പരിശോധിച്ചില്ല. 3 ജ്ഞാനികൾ അന്വേഷിച്ച് വന്നിട്ട് പോലും അത് തിരക്കാൻ പോയില്ല അവർ. ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്ന പോലെ ദൈവം പ്രവർത്തിക്കൂ എന്ന മർക്കടമുഷ്ടി പിടിച്ചിരുന്നു. ഇതെല്ലാം കർത്താവിന് 2ാം വരവിൽ ആവർത്തിക്കുമെന്ന് ദൈവമക്കൾ തിരിച്ചറിയാൻ വേണ്ടി പരിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി വച്ചിട്ടുണ്ട്. എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയാതെ ആരും പിതാവിനെ അറിയുന്നില്ല. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാതെ ആർക്കും ഏക സത്യ ദൈവത്തെ സ്വീകരിക്കാൻ കഴിയില്ല. ഇനി യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ അത് 1ാം വരവിലായാലും 2ാം വരവിലായാലും എന്തു വേണമെന്ന് അവൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പുത്രൻ ഈ ഒരു രഹസ്യമാണ്. യോഹന്നാൻ 16:7-11. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കേക്ക് വരികയില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പക്ഷേ ഈ 3 കാര്യം പറയുന്നത് കേൾക്കാൻ ഇന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? വിശ്വാസികളെന്ന് പറയുന്നവർക്ക് പോലും താല്പര്യമുണ്ടോ? അവർ വരുന്ന ആഗ്രഹങ്ങൾ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് ആഗ്രഹം. ഇത് പരിശുദ്ധാത്മാവ് നേരത്തെ പ്രവചിച്ചു വെച്ചിട്ടുണ്ട് 2 തിമോഥെയോസിന്റെ ലേഖനത്തിൽ. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. ഉത്തമമായ പ്രബോധനം ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. അതോട് സ്വീകരിക്കില്ലെന്ന് മാത്രമല്ല, സഹിഷ്ണുത പോലും കാണിക്കില്ലെന്ന്. അതാരെങ്കിലും പറയുന്നത് പോലും അവർക്ക് അരോചകമാണ്. അങ്ങനെ ആയിരിക്കും അന്ത്യകാലത്തെ ജനങ്ങൾ. അവരെന്ത് ചെയ്യും? കേൾവിക്കിമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അഥവാ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന കേൾക്കാൻ ഇമ്പമുള്ളവ പ്രസംഗിക്കുന്ന അടുത്തേക്ക് ലക്ഷങ്ങളായി അവർ ഓടിച്ചെല്ലും. അത് കേൾക്കാൻ. എന്ത് കേൾക്കാൻ? അവരുടെ ശരീരം എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന, അത് കിട്ടുമെന്ന് പറയുന്നു. പെണ്ണെ കെട്ടിക്കണം, വീട് വെക്കണം, കടം വീടണം, വിദേശത്ത് പോകണം, വിദേശ വിസ കിട്ടണം, അവിടെ പെർമനൻറ്റ് സിറ്റിസൺഷിപ്പ് കിട്ടണം. ഇങ്ങനെ ഈ ലോകമോഹങ്ങളെ, ശരീരത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ഇതിനെയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരുടെ പുറകെ ആവേശത്തോടെ ജനങ്ങൾ ഓടിക്കൂടും. അതവിടെ എഴുതിയിരിക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞാൽ ആർക്കും അത് കേൾക്കാൻ താല്പര്യമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന 3 വിഷയങ്ങൾ ഇവയാണ്. ഇന്നത് തള്ളിക്കള, അത് പുച്ഛമാണ് അത് കേൾക്കുന്നത് തന്നെ. അത് നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന നിർഭാഗ്യവാന്മാരായി തീർന്നു മനുഷ്യൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാഞ്ഞതിനാൽ പാപത്തെക്കുറിച്ചും. അപ്പോൾ ഏറ്റവും വലിയൊരു പാപമാണ് ദൈവം അയച്ചവരിൽ വിശ്വസിക്കാത്തത്. അത് പാപമാണെന്ന് പോലും തിരിച്ചറിയുന്നില്ല. ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും ഇനിമേൽ നിങ്ങൾ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. അപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി, ഈ ലോകത്തിന് അടക്കി ഭരിക്കാനിരിക്കുന്ന നാശത്തിന് സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ, അവൻ വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും പരിശുദ്ധാത്മാവ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വലിയ രഹസ്യമാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ രഹസ്യമാണ് പരിശുദ്ധാത്മാവ്. അനേകം ആളുകൾ ഘോരം പ്രസംഗിക്കാറുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പക്ഷെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഒരു വലിയ രഹസ്യം തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നാമവും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അനേക രഹസ്യങ്ങളുമെല്ലാം വെളിപ്പെടുത്തപ്പെടുന്നത് അന്ത്യകാലത്താണ്. പ്രഭാഷകൻ 14:21. ജ്ഞാനത്തിൻ്റെ മാർഗങ്ങളെപ്പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങൾ അറിയും. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമായവൾ ഒരു വലിയ രഹസ്യമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തെപ്പറ്റി, മാർഗങ്ങളെപ്പറ്റി മനനം ചെയ്യുന്നവൻ അവളുടെ രഹസ്യങ്ങൾ അറിയും. അപ്പോൾ ദൈവിക ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം, ചില ആൾ കരുതുന്ന പോലെ ഒരു ദൈവത്തിൻ്റെ ഒരു ക്വാളിറ്റി അല്ല, അതൊരു വ്യക്തിയായി തന്നെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ബൈബിൾ പരിശോധിച്ചാൽ കാണാം, പൂർവ്വപിതാക്കന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ നയിച്ചത് ജ്ഞാനത്തിൻ്റെ ആത്മാവാണ്. അപ്പോൾ ജ്ഞാനം ഒരു വലിയ രഹസ്യമാണ്. അപ്പോൾ പിതാവ് രഹസ്യമാണ്, അവിടുത്തെ പുത്രൻ യേശു ക്രിസ്തു രഹസ്യമാണ്, പരിശുദ്ധാത്മാവ് രഹസ്യമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനവും രഹസ്യമാണ്. പ്രഭാഷകൻ 6:20-22. ശിക്ഷണം ലഭിക്കാത്തവന് അവൾ കർക്കശയാണ്, ബുദ്ധിഹീനന്
അവളോടുകൂടെ വസിക്കുക അസാധ്യം. അവൾ അവന് ദുർവഹമായ കല്ല് പോലെയാണ്. അവൻ അവളെ വേഗം ഉപേക്ഷിക്കും. ജ്ഞാനം അവളുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഏറെ പേർക്കും അപ്രാപ്യയാണ്. ദൈവജ്ഞാനം അനേകർക്ക്, ഏറെ പേർക്ക് അപ്രാപ്യമാണ്. അപ്പോൾ ദൈവജ്ഞാനം അനേകർക്ക് അപ്രാപ്യമായ ഒരു രഹസ്യമാണ്. അനേകർക്ക് സ്വീകരിക്കാൻ കഴിയാത്ത ദുർവഹമായ കല്ല് പോലെയാണ്. ഒരു വലിയ രഹസ്യമാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ദാനിയേൽ 12:4. ദാനിയേലെ, അവസാന ദിനം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്രവയ്ക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം രഹസ്യമാണ്. അഥവാ ദൈവം അനേകം രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ മറച്ചിരിക്കുന്നു. അത് യുക്തി കൊണ്ട് വായിച്ചാലോ അല്ലെങ്കിൽ അതിൽ PhD എടുത്താലോ കാലങ്ങളായി റിസർച്ച് നടത്തിയാലോ എന്തെല്ലാം രീതിയിൽ തലകുത്തി മറിഞ്ഞാലും ഈ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തരുന്നില്ലെങ്കിൽ ലഭിക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, ഗബ്രിയേൽ ദൂതൻ പ്രവാചകൻ പറയുക, ഇത് അവസാന ദിനം വരെയും രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്രവയ്ക്കാൻ അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. ഇത് കാലത്തിന് വലിയ അടയാളമാണ്. ഈ അന്ത്യകാലത്ത് നമ്മൾ നോക്കിയാൽ അനേകർ ഓടി നടക്കുകയാണ്, ലോകം മുഴുവൻ ഓടുകയാണ്. അറിവ് മനുഷ്യൻ വിചാരിക്കുന്നതിനേക്കാൾ ഓരോ നിമിഷവും അനേകം മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരു വിരൽത്തുമ്പിൽ എല്ലാ അറിവും ലഭ്യമാകുന്ന കാലം. ഇപ്പോൾ നിർമ്മിത ബുദ്ധി കൊണ്ട് എല്ലാ അറിവുകളും മനുഷ്യൻ നേടിയെടുത്തിരിക്കുന്ന ഒരു കാലം. അപ്പോൾ അറിവ് വർദ്ധിക്കും. അതിനുവേണ്ടി മനുഷ്യൻ അങ്ങുമിങ്ങും ഓടി നടക്കും എന്നത് ദൈവം മുൻകൂട്ടി പ്രവചിച്ചൊരു പ്രവചനമാണ്. ഇത് ഇപ്പോൾ പൂർത്തിയായിരിക്കും. പക്ഷേ അപ്പോഴും ദൈവവചനം രഹസ്യമായി മുദ്രിതമായിരിക്കുന്നു. അപ്പോൾ ദൈവം നിശ്ചയിച്ച ഒരു കാലം വരെ ഈ വചനം മുഴുവൻ രഹസ്യമായിരിക്കും. ദൈവവചനം രഹസ്യമാണ്. 1 കൊറിന്തോസ് 2:7. രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പോൾ അതാരെക്കുറിച്ചാണ് ദൈവവചനം പറയുന്നത്? അവർ പ്രസംഗിക്കുന്നത് രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനം. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം രഹസ്യമാണ്, അത് നിഗൂഢമാണ്. പ്രസംഗിക്കുന്നത്, അപ്പോൾ ഈ വചനത്തിലൂടെ, അവർ പ്രസംഗിക്കുന്ന വചനത്തിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് ഈ രഹസ്യമായിരുന്ന നിഗൂഢമായിരുന്ന ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. പക്ഷെ അത് ഗ്രഹിക്കാൻ കഴിയില്ല. മനുഷ്യൻ അവൻ്റെ യുക്തി കൊണ്ടോ അല്ലെങ്കിൽ മാനുഷികമായ കാഴ്ചപ്പാട് കൊണ്ടോ അത് ഗ്രഹിക്കാൻ കഴിയില്ല. അത് ഗ്രഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ അന്നത്തെ അധികാരികൾ കുരിശിൽ തറച്ചത്. അത് ഗ്രഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് എല്ലാ അപ്പസ്തോലന്മാരും പീഡിപ്പിക്കപ്പെട്ടതും വധിക്കപ്പെട്ടതും. അത് ഗ്രഹിക്കാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും അവർ അയക്കപ്പെട്ട കാലത്തെ അധികാരികളാലും പുരോഹിതരാലും പീഡിപ്പിക്കപ്പെട്ടതും വധിക്കപ്പെട്ടതും. ഈ ഗ്രഹണശക്തി അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനം കേൾക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? അവരുടെ ജഡികമായ ആവശ്യങ്ങൾ, ജഡത്തിൻ്റെ മോഹങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന കേൾവിക്കിമ്പുള്ളതെന്ന് കേൾക്കാനേ മനുഷ്യന് താല്പര്യമുള്ളൂ. ഈ രഹസ്യമായ നിഗൂഢമായ ദൈവിക ജ്ഞാനം കേൾക്കാൻ എത്ര പേർക്കാണ് താല്പര്യമുള്ളത്? അത് നമ്മുടെ മഹത്വത്തിനായി ആർക്ക് വേണ്ടിയാണോ രഹസ്യങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ കണ്ടു, ഈ രഹസ്യങ്ങൾ നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളതാണ്. ആ നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുൻപേ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മഹത്വം ലഭിക്കുന്നത്, നമ്മൾ ലേഖനം വായിച്ചാൽ കാണാം, നമ്മുടെ ജീവനായ യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവനോടൊപ്പം നമ്മളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ദൈവപുത്രൻ വീണ്ടും വരുമ്പോഴാണ് ഒരു ഗണം മഹത്വപ്പെടുന്നത്. അങ്ങനെ മഹത്വപ്പെടുന്നതിൻ്റെ രഹസ്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നവർ പ്രസംഗിക്കുന്നത്. അത് യുഗങ്ങൾക്ക് മുൻപേ നമ്മുടെ മഹത്വത്തിനായി ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. പക്ഷെ പ്രസംഗിക്കപ്പെടുന്നത് അന്ത്യകാലത്താണ്. അപ്പോൾ ദൈവവചനം രഹസ്യമാണ്. ജെറമ്യാ 29:11. കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ശ്രദ്ധിക്കണേ, ഈ പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലാണ്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പം അങ്ങനെ ഒരു പദ്ധതി ദൈവം ഇത്രകാലവും മനസ്സിൽ സൂക്ഷിച്ചു.
നമ്മൾ കണ്ടു അന്ത്യകാലം വരെ ഈ വചനങ്ങൾ രഹസ്യമായി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞു. അതുപോലെ ഈ പദ്ധതി, ഈ വചനങ്ങളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്നത് അന്ത്യകാലത്താണ്. അപ്പോൾ ഇതെല്ലാം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം ഒരുവനെ അയക്കുന്നത്. അപ്പോൾ ദൈവം അയക്കുന്നവരിലൂടെയാണ് ഇത് ദൈവം വെളിപ്പെടുത്തി തരുന്നത് മുഴുവൻ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പദ്ധതി രഹസ്യമാണ്. ദൈവത്തിൻ്റെ പദ്ധതി രഹസ്യമാണ്. മനുഷ്യർ അനേകർ ഈ ലോക ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയായി വളച്ചൊടിച്ച് തങ്ങളുടെ കാര്യസാധനത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. രോഗം മാറുന്ന പദ്ധതി, വീട് വെക്കുന്ന പദ്ധതി, പെണ്ണിനെ കെട്ടിക്കുന്ന പദ്ധതി, വിദേശ മക്കൾക്ക് വീസ കിട്ടുന്ന പദ്ധതി, മക്കൾക്ക് വിദേശ പൗരത്വം കിട്ടുന്ന പദ്ധതി, ഇങ്ങനെയൊക്കെ ജനങ്ങളെ പറ്റിച്ച് ഉദരപൂർണം നടത്തുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. അതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയേ അല്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് വെളിപ്പെട്ടത് അന്ത്യകാലത്താണ്. എഫെസോസ് 1:9-10 ക്രിസ്തുവിൽ വ്യക്തമാക്കിയ തൻ്റെ അഭീഷ്ടമനുസരിച്ച് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാറ്റിനെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ കാലത്തിൻ്റെ പൂർണ്ണതയിലാണ് അവിടുന്ന് തൻ്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി രഹസ്യമാണ്. അത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ മാത്രമേ ദൈവം നമുക്ക് മനസ്സിലാക്കി തരികയുള്ളൂ. ആർക്ക് വേണ്ടിയാണോ ഈ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്, അഥവാ ആരെക്കുറിച്ചാണോ ഈ ശുഭമായ ഭാവിയുടെ പദ്ധതി ദൈവം ഒരുക്കിയിരിക്കുന്നത്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. വളരെ വ്യക്തമായിട്ടാണ് ദൈവം എഴുതിയിരിക്കുന്നത്. മത്തായി 13:11 അവൻ മറുപടി പറഞ്ഞു, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത്, അവർക്കത് ലഭിച്ചിട്ടില്ല. ഇത് വളരെ കൃത്യമായ കർത്താവ് പറയുക, ദൈവരാജ്യം ഒരു രഹസ്യമാണ്. യേശുക്രിസ്തു പ്രസംഗിച്ച ഒരേ ഒരു വിഷയം, നമ്മളോട് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം ദൈവരാജ്യമാണ്. അതുമാത്രം ആരും അന്വേഷിക്കുന്നില്ലെന്നേ ഉള്ളൂ. ലോകരാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് എങ്ങനെ കൂടുതൽ കാര്യക്ഷമമായി ഇറങ്ങാം എന്ന് പഠിപ്പിക്കുന്നവരായി മാറി ഇന്നത്തെ സമൂഹം. പക്ഷേ ദൈവരാജ്യം കർത്താവ് പറയുന്നു രഹസ്യമാണ്. അപ്പോൾ ദൈവിക പദ്ധതി രഹസ്യമായിരിക്കുന്ന പോലെ ഈ ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളും രഹസ്യമാണ്. അത് ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ദൈവരാജ്യം അത് രഹസ്യമാണ്. അതാണ് അന്വേഷിക്കാൻ കർത്താവ് ഒരു ഗണത്തോട് പറയുന്നത്, ചെറിയ അജഗണത്തോട്. ഈ വചനം ചെറിയ അജഗണത്തോടാണ് പറയുന്നത്. നിങ്ങൾക്ക് രാജ്യം നൽകാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആർക്ക് വേണ്ടിയാണോ ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവർ അന്വേഷിക്കേണ്ട ഒരു ദൈവരാജ്യമുണ്ട്. ആ ദൈവരാജ്യവും രഹസ്യമാണ്. അഥവാ ഇതിൻ്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തപ്പെടുന്നത് അന്ത്യകാലത്താണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവം രഹസ്യമാണ്, ദൈവപുത്രൻ രഹസ്യമാണ്, പരിശുദ്ധാത്മാവ് രഹസ്യമാണ്, ദൈവജ്ഞാനം രഹസ്യമാണ്, ദൈവത്തിൻ്റെ വചനവും പദ്ധതിയും ദൈവരാജ്യവും എല്ലാം രഹസ്യമാണ്. അവിടുന്ന് രഹസ്യങ്ങളുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 10:21 ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, ഞാനങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങിവ വിജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. അപ്പോൾ ഇതൊക്കെ അനേകർ വായിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിനും ദൈവവചനത്തിനും മുമ്പിൽ ഇപ്പോഴും ബുദ്ധിമാന്മാരും വിജ്ഞാനികളുമായി ചമഞ്ഞാണിരിക്കാറ്. ദൈവരാജ്യ രഹസ്യങ്ങൾ ദൈവം ബുദ്ധിമാന്മാരിൽ, ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ച്, അല്ലെങ്കിൽ ബുദ്ധിയാണ് എല്ലാമെന്ന് കരുതി, ബുദ്ധി കൊണ്ട് അറിയുന്നതാണ് യാഥാർത്ഥ്യം എന്ന് മാത്രം കരുതി, ബുദ്ധി കൊണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും വലിയ സ്ഥാനം കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ബുദ്ധിമാന്മാരിൽ നിന്നും വിജ്ഞാനികളിൽ നിന്നും, ഈ ലോക വിജ്ഞാനത്താൽ നിറഞ്ഞിരിക്കുന്നവരിൽ നിന്നും ദൈവം ദൈവരാജ്യ രഹസ്യങ്ങൾ മറച്ചു വയ്ക്കും. അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കില്ല. ഇന്ന് അനേകർ ദൈവത്തെയും ദൈവവചനത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും ദൈവം അയക്കുന്നവരെയും എല്ലാം സമീപിക്കുന്നത് ബുദ്ധിമാന്മാരും വിജ്ഞാനികളും എന്ന നിലയിലാണ്. അവർ വന്നതിനേക്കാൾ കൂടുതൽ ഹൃദയം കഠിനമായി തിരിച്ചു പോകും. എന്താ ഹൃദയം കഠിനമായ കുഴപ്പം?
അവർ മാനസാന്തരപ്പെടുകയോ രക്ഷ പ്രാപിക്കുകയോ ചെയ്യില്ല. അങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവവചനത്തിന് മുൻപിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് മുമ്പിൽ നാം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും അവിടുത്തെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന് യെശയ്യാ പ്രവാചകൻ വഴി ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നാം എങ്ങനെ ദൈവവചനം കേൾക്കണം, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ എങ്ങനെ കാണണം, ഏതു മനോഭാവത്തോടെ കാണണം, നമുക്കുണ്ടായിരിക്കേണ്ട എളിമയെന്ത്, നമുക്കുണ്ടായിരിക്കേണ്ട ഹൃദയത്തുറവി എന്ത്, നമുക്കുണ്ടായിരിക്കേണ്ട ദൈവത്തിലുള്ള ആശ്രയമെന്ത്, നമുക്കുണ്ടായിരിക്കേണ്ട ദൈവത്തിൻ്റെ ജ്ഞാനമെന്ത്, ഇതെല്ലാം നമ്മളെ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിജ്ഞാനി ചമഞ്ഞ്, ഭൗതിക വിജ്ഞാനി ചമഞ്ഞ്, വലിയ ബുദ്ധിമാൻ ചമഞ്ഞ് ദൈവത്തിന് മുമ്പിലിരിക്കുന്ന ആർക്കും ദൈവത്തിൻ്റെ ഒരു രഹസ്യവും അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കില്ല. 1 കൊരിന്തോസ് 2:5 നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ നമുക്ക് ലഭിക്കുന്ന വിജ്ഞാനമാണ് ലൗകിക വിജ്ഞാനം. മാനുഷിക വിജ്ഞാനം, മാനുഷിക കഴിവിനാൽ നേടിയെടുക്കുന്ന വിജ്ഞാനം, മാനുഷിക ബുദ്ധിയാൽ കണ്ടെത്തുന്ന അറിവ്. ഈ അറിവ് അല്ല വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈ അറിവായിരിക്കരുത്, ഈ മാനുഷിക വിജ്ഞാനമല്ല ആയിരിക്കരുത് വിശ്വാസത്തിൻ്റെ ആധാരം. നമ്മൾ വചനം പറയുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നുണ്ടാകും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോഴാണ് നമ്മിൽ വിശ്വാസം ദൈവം നിക്ഷേപിക്കുന്നത്. പക്ഷേ ഇന്ന് മനുഷ്യർ ദൈവത്തിൻ്റെ വചനത്തെ മുഴുവൻ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നത് ഈ മാനുഷിക വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സമീപിക്കുന്നുകൊണ്ടാണ്. അവരെക്കുറിച്ചും യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ദൈവപുത്രൻ വാനമേഘങ്ങളിൽ ന്യായവിധിക്കായി വരുമ്പോൾ ഇവരെക്കുറിച്ചും ലജ്ജിക്കുമെന്ന്. തന്നെക്കുറിച്ചോ തൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവരെക്കുറിച്ച് മനുഷ്യപുത്രനും തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കുമെന്നവൻ താക്കീത് നൽകിയിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതൊന്നും ആരും വകവെക്കാറില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ബൗദ്ധിക വിജ്ഞാനത്താൽ, മാനുഷിക വിജ്ഞാനത്താൽ ഒരു ദൈവിക രഹസ്യവും നമുക്ക് വെളിപ്പെട്ട് കിട്ടില്ല. അപ്പോൾ ദൈവിക രഹസ്യങ്ങൾ അറിയാൻ ഡിഗ്രിയും അറിവും അല്ല മാനദണ്ഡം. 1 കൊരിന്തോസ് 1:19-21 വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും. എപ്പോൾ? അന്ത്യകാലത്ത്. അതുവരെ വിജ്ഞാനികൾ മഹത്വത്തിലല്ലേ? ഈ ലോകം എല്ലാ വിജ്ഞാനികളെയും ആദരിക്കുന്നതല്ലേ? എല്ലാവരെയും മഹത്വത്തോടെയല്ലേ കാണുക? എല്ലാ മഹത്വവും പ്രശസ്തിയുമുണ്ട്. പക്ഷേ അവരുടെ വിജ്ഞാനം കർത്താവ് നശിപ്പിക്കുന്നൊരു സമയമുണ്ട്. വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ, അത് പൂർത്തിയാവും. വിജ്ഞാനി എവിടെ? എപ്പോൾ? ദൈവം പ്രവർത്തിക്കുന്ന സമയം, കർത്താവിൻ്റെ ദിനത്തിൽ. കർത്താവ് ചോദിക്കും, വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? നിയമജ്ഞർ തർക്കശാസ്ത്രം കൊണ്ട് വലിയ പ്രാവീണ്യം നേടിയവർ, വലിയ വലിയ അറിവുകൾ സ്വന്തമാക്കിയിട്ടുള്ളവർ, നിയമത്തിൽ ആഹ്ലാദിക്കുന്നവർ, അറിവിൽ ആനന്ദിക്കുന്നവർ, അവരെവിടെയെന്ന് കർത്താവ് ചോദിക്കുകയാണ്. ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? തർക്കശാസ്ത്ര വിശാരദന്മാർ എവിടെ? ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? അപ്പോൾ ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി എന്ന് എല്ലാവരും തിരിച്ചറിയുന്ന സമയമാണ് കർത്താവിൻ്റെ ദിനം. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും, ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയാണ് ശ്രേഷ്ഠം. ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി എന്ന് പറഞ്ഞാൽ, ലൗകിക വിജ്ഞാനം കൊണ്ട് മനുഷ്യന് നടത്തിയ സകല കണക്കൂട്ടലുകളും, അവൻ ലൗകിക വിജ്ഞാനം മൂലം അവൻ ആശ്രയിച്ചിരുന്ന എല്ലാം ദൈവം ശിക്ഷിച്ച് നശിപ്പിക്കുമ്പോൾ ഈ ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കി എന്ന് മനുഷ്യൻ തിരിച്ചറിയും. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. ഈ ഒരു വലിയ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ലൗകിക വിജ്ഞാനത്താൽ ആരും ദൈവത്തെ അറിയാൻ ദൈവം അനുവദിച്ചിട്ടില്ല, നടക്കില്ല. ആരും ദൈവത്തെ അറിയുന്നില്ല ലൗകിക വിജ്ഞാനത്താൽ. പക്ഷെ ഇപ്പോഴും മനുഷ്യൻ ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നത് ലൗകിക വിജ്ഞാനത്താലാണ്. അവരറിയില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ, വിശ്വസിക്കാത്തവരെ അല്ല, വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ
ദൈവവചനത്തിൻ്റെ, ആകാശഭൂമിയും കടന്നു പോയാലും കടന്നു പോകാത്ത ദൈവവചനത്തിൻ്റെ പ്രസംഗം വഴി, സുവിശേഷ പ്രസംഗത്തിൻ്റെ ഭോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് തിരുമനസ്സായി. അപ്പോൾ സുവിശേഷ പ്രസംഗം ഈ ലൗകിക വിജ്ഞാനത്തെ മാത്രം ശ്രേഷ്ഠമായി കരുതിയിരിക്കുന്നവർക്ക് ഭോഷത്വമാരി. ആ ഭോഷത്വം വഴിയാണ് ദൈവം ദൈവമക്കളെ രക്ഷിക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ, ആരെങ്കിലും യഥാർത്ഥ ജ്ഞാനിയാവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ഭോഷനാക്കട്ടെ. അപ്പോൾ ഈ ലോകത്തിൽ തന്നെ ഭോഷനായിക്കാൻ മാത്രമേ ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കാൻ കഴിയുള്ളൂ. അഥവാ ദൈവത്തിൻ്റെ ജ്ഞാനം സ്വീകരിക്കുന്നവനെ ലോകം ഭോഷനായിട്ടേ കാണുള്ളൂ. അപ്പോൾ ലൗകിക വിജ്ഞാനത്താൽ ഈ ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ ഒന്നും നമുക്കറിയാൻ കഴിയില്ല. 1 കൊരിന്ത്യർ 2:10-11. എന്നാൽ ദൈവം അതെല്ലാം നമുക്ക് ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവില്ലാത്ത ആർക്കും ഒരു ദൈവീക രഹസ്യവും വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. അപ്പോൾ ദൈവത്തിന് നിഗൂഢമായ രഹസ്യങ്ങളുണ്ട്, മറച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ. രഹസ്യമുണ്ടെന്ന കാര്യം പോലും രഹസ്യമാക്കി വെച്ചിരിക്കുന്ന അവസ്ഥ, അതുപോലും അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കണം. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവെല്ലാവരും തള്ളിക്കളഞ്ഞിരിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ നിരന്തരം പാപം ചെയ്യുന്നു. അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. ഈ പാപത്തിൽ ആനന്ദിക്കുകയും അത് ആഘോഷിക്കുകയുമാണ്. അവർക്കെങ്ങനെ ദൈവത്തിൻ്റെ ചിന്തകൾ കിട്ടും? അവർക്കെങ്ങനെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും? അവർക്കെങ്ങനെ ആത്മീയ ദാനങ്ങൾ വിവേചിക്കാൻ പറ്റും? ഒന്നിനും കഴിയില്ല. ഒരു ദൈവിക രഹസ്യം സ്വന്തമാക്കാൻ കഴിയില്ല. ഞാൻ 9, 16, 18 ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം. ശരിയല്ലേ? ഭൂമിയിലെ കാര്യങ്ങൾ പോലും ഊഹിച്ചെടുക്കുക ദുഷ്കരമാണ്. അടുത്തുള്ളത് പോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ. എല്ലാത്തിനും പുറകിൽ അധ്വാനം ആവശ്യമാണ്. ഒന്നും ഈസിയായിട്ട് കിട്ടുന്നതല്ല. പിന്നെ ആകാശത്തിലുള്ള, സ്വർഗത്തിലുള്ള ദൈവീകമായ കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്കു കഴിയും? അതത്രമാത്രം മറക്കപ്പെട്ടവയാണ്, അത്രമാത്രം ശ്രേഷ്ഠമാണ്, അത്രമാത്രം ഉന്നതമാണ്, അത്രമാത്രം രഹസ്യമാണ്. അത് കണ്ടെത്താൻ ആർക്ക് കഴിയും? വീണ്ടും പറയുക, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അപ്പോൾ ദൈവീക രഹസ്യങ്ങൾ അറിയാൻ നമുക്ക് വേണ്ട 2 ആത്മാവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവും. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ഹിതം, ദൈവീക രഹസ്യം, ദൈവത്തിൻ്റെ ഹിതത്തിന് പുറകിലെ രഹസ്യം മനസ്സിലാവുള്ളൂ. ജ്ഞാനം ഭൂവാസികളെ പാത നേരെയാക്കി അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു. അപ്പോൾ ദൈവത്തെ അറിഞ്ഞാലാണ് ദൈവത്തിന് പ്രസാദമുള്ളവ അറിയാൻ പറ്റുള്ളൂ. ദൈവത്തെ എന്താണ് പ്രസാദിപ്പിക്കുന്നത്? ദൈവത്തെ എന്താണ് ക്രുദ്ധനാക്കുന്നത്? ദൈവത്തിന് എന്താണ് ഇഷ്ടം? ദൈവത്തിന് എന്താണ് അനിഷ്ടം? ദൈവം എന്താണ് സ്നേഹിക്കുന്നത്? ദൈവം എന്താണ് വെറുക്കുന്നത്? ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ അറിയണ്ടേ? അപ്പോൾ ഇതെല്ലാം അറിഞ്ഞാലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യം. അപ്പോൾ അത് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവജ്ഞാനമാണ്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ രഹസ്യങ്ങളാണ്. ഈ ജ്ഞാനം സ്വന്തമാക്കാത്ത ആർക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ജ്ഞാനത്തെയും സ്വന്തമാക്കാത്ത ആർക്കും ഒരു ദൈവീക രഹസ്യങ്ങളും സ്വന്തമാക്കാൻ കഴിയില്ല. അവർ ഒരുപക്ഷെ സ്വയം കരുതുമായിരിക്കും തങ്ങളെല്ലാം അറിയുന്നുവെന്ന്. പക്ഷേ അതെല്ലാം വെളിപ്പെടുത്തപ്പെടുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കും തങ്ങൾ അറിഞ്ഞതല്ല യഥാർത്ഥ സത്യം. 1 കൊരിന്ത്യർ 2, 13, 15 തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല. അപ്പോൾ ദൈവം അയച്ചവർ പ്രസംഗിക്കുന്നത് ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളല്ല. അപ്പോൾ ആ വാക്കുകൾ തേടി അവരെ സമീപിച്ചാൽ അത് കേൾക്കാൻ കഴിയില്ല. അല്ലെ ആ വാക്കുകൾ മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ദൈവം അയച്ചവരൊന്നും സ്വീകരിക്കാൻ കഴിയില്ല. ദൈവം അയച്ചവർ സംസാരിക്കുന്നത് ഭൗതിക വിജ്ഞാനത്തിൻ്റെ വാക്കുകളല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച്. ഇപ്പോൾ ദൈവം അയക്കുന്നവരെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്.
ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം നാം വളരെ ശ്രദ്ധയോടെ വായിക്കണം. ആത്മാവിൻ്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ആത്മീയ സത്യങ്ങൾ വിശദീകരിക്കുന്നത്. അത് ആത്മാവ് പഠിപ്പിച്ചനുസരിച്ചാണ്. ഇവിടെ എന്താ പ്രശ്നം? എന്നാൽ ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ ലോകത്തിലെ ലൗകിക മോഹങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യൻ, ലൗകികമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന മനുഷ്യൻ, ലൗകികമായ ജീവിതം മാത്രം ലക്ഷ്യം വെക്കുന്ന മനുഷ്യൻ, ഈ ലോകത്തിലെ സുഖവും സമ്പത്തും മഹത്വവും മാത്രം തേടുന്ന, അതിനുവേണ്ടി മാത്രം അധ്വാനിക്കുന്ന മനുഷ്യൻ, ലൗകിക മനുഷ്യൻ, ലൗകിക കാര്യങ്ങളിൽ മാത്രം മനസ്സ് മുഴുകിയിരിക്കുന്ന വ്യക്തികൾ, അവർക്ക് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമായിട്ടേ തോന്നുള്ളൂ. അതുകൊണ്ട് അവരത് സ്വീകരിക്കില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. അവ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് തിരിച്ചറിയാൻ പോലും കഴിയുന്നത് ദൈവത്തിൻ്റെ വരദാനമാണ്, ഒരു ആത്മീയ ദാനമാണ് എന്ന് തിരിച്ചറിയാൻ പോലും ഈ ലൗകിക മനുഷ്യന് സാധിക്കില്ല. അപ്പോൾ ലൗകിക മനുഷ്യർക്ക് ഒരു ദൈവിക രഹസ്യവും വെളിപ്പെട്ടിട്ടില്ല. അപ്പോൾ ലൗകിക മനുഷ്യൻ ലൗകികമായ കാര്യങ്ങളെക്കുറിച്ച്, ഭൗമിക കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കും. അവർക്ക് മറ്റൊരു രഹസ്യവും അറിയാനൊട്ട് കഴിയുകയുമില്ല. എന്നാൽ ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അപ്പോൾ അതിനൊരു വിവേചന വരം ആവശ്യമാണ്. വിവേചിക്കാനുള്ളൊരു കഴിവ് ദൈവം കൊടുക്കണം. അതിന് ആത്മീയ മനുഷ്യനാകണം. അപ്പോൾ ആത്മീയ മനുഷ്യരാകാത്ത ആർക്കും ഈ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കില്ല. 2 കൊറിന്തോസ് 4:3-4 ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ദൈവത്തിനെ പഠിപ്പിക്കുന്നു, വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതമാണ്, വഴി വിശാലമാണ്, അനേകർ ഇതിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അങ്ങനെ വിനാശത്തിലേക്ക് പോകുന്നവർക്ക് ദൈവമയക്കവരുടെ അയച്ചവരിലൂടെ ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നിഗൂഢമായിരിക്കും. നിഗൂഢമായേ തോന്നുകയുള്ളൂ, ഒന്നും ഗ്രഹിക്കാൻ സാധിക്കില്ല. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതവർ തിരിച്ചറിയില്ല. അവിശ്വാസികളായതിനാൽ അവരുടെ മനസ്സ് അന്ധമാക്കപ്പെട്ടിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയൊരു സുവിശേഷമുണ്ട്. മഹത്വത്തിൻ്റെ സുവിശേഷം, നാം ദൈവമഹത്വം സ്വന്തമാക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു സുവിശേഷം അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടും. കാരണം ഇതുവരെ ആരും ദൈവത്തിൻ്റെ മഹത്വം സ്വന്തമാക്കിയിട്ടില്ല. അത് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നാം സ്വന്തമാക്കുക. അപ്പോൾ 2ാം വരവിൽ ഈ മഹത്വം സ്വന്തമാക്കണമെങ്കിൽ നാം സ്വീകരിക്കേണ്ട ഒരു സുവിശേഷമുണ്ട്. ആ സുവിശേഷത്തിൻ്റെ നിത്യപ്രകാശം അത് ദൃശ്യമാകണമെങ്കിൽ ഇപ്രകാരം മനസ്സ് ഈ ലോകത്തിൻ്റെ ദേവനാൽ അന്ധരാക്കപ്പെട്ടവർ ആയിരിക്കരുത്. അവരുടെ ആത്മീയ നേത്രങ്ങൾ തുറന്നു കിട്ടപ്പെട്ടവരായിരിക്കണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദേവൻ മനസ്സിനെ അന്ധമാക്കിയിട്ടുള്ള ഒരവിശ്വാസിക്കും ദൈവത്തിൻ്റെ ഒരു രഹസ്യവും വെളിപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. മനുഷ്യനിൽ നിന്നായിരിക്കുന്ന ഈ അന്ധകാരം തിരിച്ചറിയണം. അവൻ എത്രമാത്രം മനസ്സ് അന്ധമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ കഴിയണം. അവരെങ്ങനെ ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ പുച്ഛിക്കുമെന്നും പരിഹസിക്കുമെന്നും തിരിച്ചറിയണം. അവർക്ക് സ്വീകരിക്കാൻ കഴിയാത്തതിനെ, ഗ്രഹിക്കാൻ കഴിയാത്തതിനെ ഈ മനസ്സന്ധമാക്കപ്പെട്ടവർ പരിഹസിച്ചുകൊണ്ടേയിരിക്കും. അതാരും സ്വീകരിക്കുന്നവർക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. അത്രമാത്രം അസഹിഷ്ണുതയുള്ളവരായിരിക്കും. 1 തിമോത്തിയോസ് 6:20 അല്ലയോ തിമോത്തിയോസേ, നിന്നെ ഭരമേൽപ്പിച്ചിട്ടുള്ളത് നീ കാത്തു സൂക്ഷിക്കുക, അധാർമികമായ വ്യർത്ഥഭാഷണത്തിൽ നിന്നും. ഇപ്പോൾ വ്യർത്ഥഭാഷണം അത് അധാർമികമാണ്. വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുക. അപ്പോൾ ഈ അധാർമികമായ വ്യർത്ഥഭാഷണം നടത്തുന്നവർ എന്ത് ചെയ്യുന്നു? വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ അവർ സംസാരിച്ച് അതിലിങ്ങനെ രമിച്ചുകൊണ്ടിരിക്കും. എല്ലാത്തരം വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത് വിശ്വാസത്തിന് മനുഷ്യനെ അകറ്റുക മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ആനന്ദിക്കുന്നവർ, രമിക്കുന്നവർ, അവർക്കൊരിക്കലും ദൈവത്തിൻ്റെ ഒരു രഹസ്യവും വെളിപ്പെട്ടിട്ടില്ല. ഇന്ന് മനുഷ്യൻ വിജ്ഞാനാഭാസത്തിൻ്റെ വൈരുദ്ധ്യങ്ങളിൽ
ആനന്ദിക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവരാണ്. അവർക്കൊരിക്കലും ദൈവത്തിൻ്റെ ഒരു രഹസ്യം വെളിപ്പെട്ട് കിട്ടില്ല. കൊളോസ്യോസ് 2:8 ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ തത്വചിന്തകളുണ്ട്, വ്യർത്ഥ ചിന്തകളുണ്ട്, തത്വചിന്തകളുണ്ട്. എന്താണ് തത്വത്തിൻ്റെ പ്രത്യേകത? അത് പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതാണ്. യേശു ക്രിസ്തുവിന് യോജിക്കാത്തതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന് യോജിക്കാത്ത അനേകം തത്വശാസ്ത്രങ്ങൾ അതും കെട്ടിപ്പിടിച്ച് അതിൽ ആനന്ദിച്ചുകൊണ്ട് ഇതിങ്ങനെ വാരി വലിച്ച് വിഴുങ്ങി അത് ഘോരഘോരം പ്രസംഗിക്കുകയും കൊണ്ടുകിടക്കുകയും ചെയ്യുന്ന ആർക്കും ദൈവത്തിൻ്റെ ഒരു രഹസ്യവും സ്വന്തമാക്കാൻ, ഗ്രഹിക്കാൻ കഴിയില്ല, സ്വീകരിക്കാനും കഴിയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നത് അത്തരം തത്വചിന്തകൾക്ക് നിങ്ങളെ ആരും ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നീ കേൾക്കുന്ന തത്വചിന്ത ദൈവപുത്രൻ യേശു ക്രിസ്തുവിന് ചേർന്നതാണോ? ദൈവത്തിൻ്റെ വചനത്തിന് ചേർന്നതാണോ? ദൈവത്തിൻ്റെ ഹിതങ്ങൾക്കും ഇഷ്ടത്തിനും ചേർന്നതാണോ? ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ചേർന്നതാണോ എന്ന് പരിശോധിച്ച് നോക്കാനുള്ളൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന്. ഇത്തരം തത്വശാസ്ത്രങ്ങളാണ് ലോകത്തിൽ വളരെ ശ്രേഷ്ഠമായി കരുതപ്പെടുന്നതിനാൽ ഇതിൻ്റെ പുറകെയാണ് മനുഷ്യൻ. അവർക്കാർക്കും ദൈവീക രഹസ്യങ്ങൾ സ്വന്തമാക്കാൻ കഴിയില്ല. കൊളോസ്യോസ് 2:18 മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലസമായ മനസ്സോടുകൂടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. അപ്പോൾ ഇതേ പ്രവൃത്തി ചെയ്യുന്നവർ, മായാദർശനങ്ങൾ വിശകലനം ചെയ്യുന്നവർ, വ്യർത്ഥ ദർശനങ്ങൾ വിശകലനം ചെയ്യുന്നവർ, ദൈവത്തിൽ നിന്നല്ലാത്ത ദർശനങ്ങളും കൊണ്ട് നടക്കുന്നവർ, ദൈവം സംസാരിക്കാതെ ദൈവം സംസാരിച്ചു എന്ന് പറയുന്നവർ, ദൈവത്തിൻ്റെ വാക്കല്ലാത്ത ദൈവത്തിൻ്റെ വാക്കാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ, ദൈവത്തിൻ്റെതല്ലാത്ത സ്വപ്നങ്ങളും ദർശനം കൊണ്ട് നടക്കുന്നവർ, അങ്ങനെ ചെയ്ത് നടക്കുന്നവരും കപട വിനയത്തിലും. അപ്പോൾ യഥാർത്ഥ വിനയവുമുണ്ട്, അഥവാ സത്യമായ വിനയവുമുണ്ട്, കപട വിനയവുമുണ്ട്. യേശു ക്രിസ്തു കാണിച്ചു തന്നതാണ് സത്യമായ വിനയം, അഥവാ നമുക്കുണ്ടായിരിക്കേണ്ട വിനയം, വിവേകജന്യമായ വിനയം. കർത്താവ് പറഞ്ഞു, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്, നിങ്ങൾ ഇന്ന് പഠിക്കുകയും എൻ്റെ മുഖം വഹിക്കുകയും ചെയ്യും. അപ്പോൾ യേശു ക്രിസ്തു കാണിച്ചു തന്നതാണ് ഈ യഥാർത്ഥത്തിൽ നാം അനുകരിക്കേണ്ട വിനയം. എന്നാൽ അങ്ങനെ അല്ലാത്തൊരു വിനയം ലോകത്തിൽ കാണാം. അതിനെ പരിശുദ്ധാത്മാവ് വിളിക്കുന്ന പേരാണ് കപട വിനയം. അപ്പോൾ ഈ മായാദർശനങ്ങളിൽ വിശകലനം ചെയ്യുന്നവർ ഒരു കപട വിനയവും കാണിക്കുന്നവരായിരിക്കും. പെട്ടെന്ന് തിരിച്ചറിയാം. അപ്പോൾ അവർ ദൈവദൂതന്മാരുടെ ആരാധനയിലും വ്യാപൃതരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രവൃത്തികളും സ്വീകരിക്കുന്നവർക്ക് ഒരു ദൈവീക രഹസ്യങ്ങളും സ്വന്തമാക്കാൻ കഴിയില്ല. മത്തായി 13:15 അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്, കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും ഗ്രഹിക്കുന്നുമില്ല. യേശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ രക്ഷിക്കുകയും അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇപ്രകാരം കണ്ണടച്ചു കളഞ്ഞവർക്ക്, കേൾവി മന്ദീഭവിക്കപ്പെട്ടിരിക്കുന്നവർക്ക്, ഹൃദയം കഠിനമാക്കി മാറ്റിയവർക്ക് ഒരു ദൈവീക രഹസ്യങ്ങളും സ്വന്തമാക്കാൻ കഴിയില്ല. അവർ കാണും, പക്ഷേ ഗ്രഹിക്കില്ല. അവർ കേൾക്കും, പക്ഷെ മനസ്സിലാക്കില്ല. അവർ ഹൃദയം കൊണ്ട് ഗ്രഹിക്കില്ല, അതുകൊണ്ട് മാനസാന്തരപ്പെടുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യില്ല എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥയിലായിരിക്കുന്ന ആർക്കും ദൈവത്തിൻ്റെ ഒരു രഹസ്യവും സ്വന്തമാക്കാനോ സ്വീകരിക്കാനോ ഗ്രഹിക്കാനോ പോലുമോ കഴിയില്ല. അപ്പോൾ ആർക്ക് ഈ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടില്ല എന്നും ദൈവവചനം അക്കം വെട്ട് നിരത്തി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം തിരിച്ചറിയണം, ദൈവം ഒരു രഹസ്യമാണ്. അവിടുത്തെ പുത്രനും പരിശുദ്ധാത്മാവും ദൈവജ്ഞാനവും ദൈവത്തിൻ്റെ വചനവും പദ്ധതിയും ദൈവരാജ്യവും എല്ലാം രഹസ്യമാണ്.
അപ്പോൾ ഈ ദൈവിക രഹസ്യങ്ങൾ ദൈവം യഥാകാലം വെളിപ്പെടുത്തി തരണം. അപ്പോൾ അത് ആർക്ക് ലഭിക്കില്ല എന്ന് നമ്മൾ കണ്ടു. എന്താണ് ഈ ദൈവിക രഹസ്യങ്ങൾ സ്വന്തമാക്കാനുള്ള യോഗ്യതകൾ? ഇതെങ്ങനെ തിരിച്ചറിയാം? ആർക്കാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്? ഇതെല്ലാം പരിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്ന നാം ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കുമൊക്കെ മുമ്പിൽ എളിമയോടെ ആയിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം അറിയാൻ കഴിയും എന്ന വ്യർത്ഥമായ ചിന്താധാരയാൽ ആരും ഒരിക്കലും സ്വയം വഞ്ചിക്കാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ എപ്പോൾ തുറന്നു കിട്ടുമെന്നും അത് നമുക്ക് ലഭിക്കാനുള്ള മാർഗമെന്തെന്നുമെല്ലാം പരിശുദ്ധ ബൈബിളിൽ ദൈവം മുൻകൂട്ടി എഴുതിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് അപ്രകാരം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ചാലാണ് നമുക്ക് ഈ ദൈവീയ രഹസ്യങ്ങൾ ലഭിക്കുക. അതിന് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തെ, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ, ദൈവം അയക്കുന്നവരെയൊക്കെ ദൈവം ആരിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത് അവരെയെല്ലാം എളിമയോടെ സമീപിക്കാൻ, ഭയഭക്തികളോടെ സമീപിക്കാൻ, ദൈവത്തിൻ്റെ ഓരോ വചനത്തിന് മുൻപിലും താഴ്മയോടെ, അനുതാപത്തോടെ, ഹൃദയത്തുറവിയോടെ ആയിരിക്കുവാൻ ഓരോ ദൈവമക്കൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അതിപരിശുദ്ധമായ നാമത്തിന് എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.